നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 53 മലയാളികൾ കുടുങ്ങിയതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ. അവർ നിലവിൽ സുരക്ഷിതരാണെന്നാണ് ലഭ്യമാകുന്ന വിവരമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തമേഖലയിൽ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ തകരാറിലായതിനാൽ കുടുങ്ങിക്കിടക്കുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പരിശ്രമങ്ങൾ തുടരുകയാണെന്നും രാജേഷ് മാധവൻ വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ, കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട് ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡൻറ്റ് കമ്മീഷണർ സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി, ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ